2 വർഷമാകുന്നതിന് മുൻപ് തന്നെ 80,000 കിലോമീറ്റർ ഓടണമെങ്കിൽ എൻ്റെ പഞ്ചിവി എത്രത്തോളം ലോങ് ട്രിപ്സ് പോയിട്ടുണ്ടാകുമെന്ന് ഊഹിക്കാമല്ലോ. പക്ഷേ എൻ്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ച EV എടുത്ത് ലോങ് ട്രിപ്പ് പോകാൻ വണ്ടിക്ക് മാത്രമല്ല ബ്രെയിനിനും ഫുൾ ചാർജ് വേണമെന്ന് തിരിച്ചറിഞ്ഞ യാത്ര. അങ്ങനെ അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് മനസ്സിലാക്കിയ യാത്ര. രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്ന് 2:30 മണിക്ക് വീട്ടിൽ നിന്നും യാത്ര തിരിച്ചു. ശ്രീജിത്തിനെയും കിരണിനെയും പിക്ക് ചെയ്തു. ട്രിപ്പ് തുടങ്ങുന്നതിന് മുൻപ് ഒരു ഇമ്പോർട്ടൻ്റ് പരിപാടിയുണ്ട്, ബിരിയാണി. കഴക്കൂട്ടത്തെ ബ്രോ ആൻഡ് കോ. ട്രിവാൻഡ്രത്തെ മിഡ് നൈറ്റ് ബിരിയാണി ലവേഴ്സിന് ഫെമിലിയറായ ഫുഡ് സ്പോട്ട്. ഞങ്ങളുടെ ടാർഗറ്റ് സിമ്പിളായിരുന്നു, ട്രിച്ചി ബിഫോർ നൂൺ. പഞ്ചിവി 91% ചാർജ്, 289 കിലോമീറ്റർ റേഞ്ച്, എവറിത്തിങ് അണ്ടർ കൺട്രോൾ. റൂട്ട് പാറശാല, നാഗർകോയിൽ, തിരുനെൽവേലി. തിരുനെൽവേലിയിൽ സേഫായി ഫസ്റ്റ് ചാർജിങ്, അതാണ് പ്ലാൻ. നാഗർകോവിൽ കഴിഞ്ഞിരിക്കുന്നു. ചുറ്റിലും സഹ്യൻ തലയുയർത്തി നിൽക്കുന്നു. മലകളാൽ ചുറ്റപ്പെട്ട ഹൈവേ റോഡിലൂടെ തമിഴ്നാട്ടിലെ ആദ്യ ടോൾ ഗേറ്റ് കടന്ന് ഞങ്ങൾ യാത്ര തുടർന്നു. 3000 രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് 200 ടോൾ ക്രോസിംഗ് ഓഫർ ചെയ്യുന്ന ഗവൺമെൻറ്റിൻ്റെ തന്നെ പാസ് എടുത്തിട്ടാണ് ഈ യാത്ര. അതുകൊണ്ട് ടോൾ എന്ന അധിക ചിലവ് ഈ യാത്രയിലില്ല. ദൂരെയായി കണ്ടിരുന്ന കാറ്റാടിപ്പാടങ്ങൾ അടുത്തടുത്ത് വന്നു. നേരം പതിയെ പുലർന്നു വരുന്നതേയുള്ളൂ. ചന്ദ്രൻ ഇപ്പോഴും കാറ്റാടിപ്പാടങ്ങൾക്കും സഹ്യപർവ്വത നിരകൾക്കും പിന്നിലായി ദൂരെ ഉദിച്ചു നിൽക്കുന്നുണ്ട്. കാഴ്ചകൾ ഇങ്ങനെ കണ്ടിരിക്കവേ രാത്രി ഉറങ്ങാത്ത ക്ഷീണം കാരണം ഞാനും കിരണും നന്നായൊന്ന് ഉറങ്ങി എണീറ്റ് എന്നോട് 50% ചാർജ് ഇനിയുമുണ്ട്, തിരുനെൽവേലി എത്തിയിട്ടില്ല എന്ന് ശ്രീജിത്ത് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഞെട്ടി. ഇവിടെ വരുന്നു ആദ്യത്തെ ട്വിസ്റ്റ്. 50 എന്നത് ചാർജിങ് പെർസെൻറ്റേജ് ആയിരുന്നില്ല, 50 കിലോമീറ്റർ റേഞ്ച് ആയിരുന്നു. വണ്ടിയുടെ ആക്ച്വൽ ചാർജ് വെറും 14%. ഒന്ന് ഞെട്ടി മാപ്പ് നോക്കിയപ്പോൾ രണ്ടാമത്തെ ട്വിസ്റ്റ്. നമ്മൾ തിരുനെൽവേലി ഓൾറെഡി ക്രോസ് ചെയ്തിരിക്കുന്നു. ഒടുവിൽ സെൻറ്റ് ആൻ്റണീസ് എന്നൊരു ഹോട്ടലിൽ കൊണ്ട് കയറ്റിയെങ്കിലും നമ്മുടെ സമയം നല്ല അടിപൊളി സമയമായിരുന്നത് കൊണ്ട് അവിടുത്തെ മെഷീൻ വർക്കായില്ല. അടുത്ത് തന്നെയുള്ള BPCL പമ്പിൽ മെഷീൻ ഇന്ന് രാവിലെ കൊണ്ടിറക്കി വെച്ചിട്ടേ ഉള്ളത്രേ. ഒടുക്കം രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ ഹൈവേയിലൂടെ വണ്ടി വിട്ടു 25 കിലോമീറ്റർ അകലെയുള്ള ചാർജിങ് സ്റ്റേഷനിലേക്ക്. പക്ഷേ 20 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴേക്കും 1% ചാർജിൽ വണ്ടി സൈഡിലൊതുക്കി ഞങ്ങൾ പതിയെ പുറത്തിറങ്ങി. ചുട്ടുപൊള്ളുന്ന വെയിൽ, ചുറ്റും തരിശുഭൂമി, വണ്ടികൾ ചീറിപ്പായുന്ന ഹൈവേയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ 3 പേരും പകച്ചു നിന്നു. ഈ സമയം അറിയാവുന്ന തമിഴ് ഹിന്ദിയൊക്കെ കാച്ചി കിരണ് 1033 എന്ന NHAIയുടെ ഹെൽപ്പ് ലൈൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു ടോവിങ് സർവീസിന് വേണ്ടി. ഒരു 15-20 മിനിറ്റിൽ അവർ വന്നു കേട്ടോ. പക്ഷേ അടുത്ത ട്വിസ്റ്റ്, അവർക്ക് ടോവിങ് വെഹിക്കിളില്ല. അവർ വന്ന് ഈ VLC മീഡിയ പ്ലെയർ റോഡിന് കുറുകെ വെച്ചിട്ട് കുറച്ച് താളം വിട്ടതല്ലാതെ വേറെ അവർക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഉണ്ടായില്ല. അവർ ടോയിങ് വെഹിക്കിൾ അറേഞ്ച് ചെയ്ത് തന്നു, അവരുടെ നമ്പരും കോൺടാക്റ്റും ഒക്കെ ഒപ്പിച്ച് തന്നു. എന്നിട്ട് അവർ മറ്റൊരു ആക്സിഡൻറ്റ് നടന്നു എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ആക്സിഡൻറ്റ് സ്പോട്ടിലേക്ക് പോയി. 2500 പറഞ്ഞ വണ്ടി ഒടുവിൽ 2300 ആക്കി. ലൈഫിൽ ആദ്യമായി ഒരു വണ്ടി ടോ ചെയ്ത് കൊണ്ടുപോകേണ്ടി വന്നു. ഞാനിങ്ങനെ റിവേഴ്സ് കാർ ചേസിങ് പോലെ വണ്ടിയിൽ തിരിഞ്ഞിരുന്നിട്ട് കുറേ ദൂരെ ഇങ്ങനെ ടോ ചെയ്ത് കൊണ്ടുവന്നു. ഒരു 4-5 കിലോമീറ്റർ ഉണ്ടായിരുന്നു ചാർജിങ് സ്റ്റേഷനിലോട്ട്. അപ്പോഴേക്കും പൊരി വെയിലിൽ വിയർത്ത് കുളിച്ച് കരിഞ്ഞ് ഒരു പരുവായി കഴിഞ്ഞിരുന്നു ഞങ്ങൾ 3 ആളും. 4 കിലോമീറ്റർ അപ്പുറമുള്ള കായത്താർ എന്ന സ്ഥലത്തെ ചാർജിങ് സ്റ്റേഷനിലേക്ക് വണ്ടി കൊണ്ട് എത്തിച്ച് ചാർജിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കിട്ടിയൊരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. 1 മണിക്കൂർ ചാർജ് ചെയ്ത് ആ സമയം അവിടെ നിന്ന് ജ്യൂസും ലഘുഭക്ഷണങ്ങളും ഒക്കെ കഴിച്ച് മധുരൈ ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്ര തുടർന്നു.